അങ്ങനെ ഗോപൻ സ്വാമിയുടെ കല്ലറ അധികൃതർ പൊളിച്ചു. കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് വൻ സന്നാഹത്തോടെ വന്നാണ് കല്ലറ പൊളിച്ചത്. എന്തായാലും ആ ദുരൂഹതയുടെ ഒരു ആദ്യ ഘട്ടം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ഘട്ടം അവസാനിച്ചു എന്നാണ്, ദുരൂഹത അവസാനിച്ചു എന്നല്ല ഈ പറയുന്നത്. ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും അയൽക്കാരായ കുറേ പേർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കോലാഹലങ്ങളെല്ലാം കേരളം മുഴുവനും കഴിഞ്ഞ 4-5 ദിവസമായിട്ട്, ഒരു 7-8 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഈ ഗോപൻ സ്വാമിയുടെ സമാധി വലിയ ചർച്ചയാവുന്നത്. ചാനലുകളിൽ അന്തിച്ചർച്ചയ്ക്ക് പ്രധാന വിഷയമായതും ഈ 2-3 പേർ അല്ലെങ്കിൽ അയൽക്കാർ ചില പേർ ചേർന്ന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്താണ് ഈ പരാതി എന്ന് കണ്ടാൽ അവർ പറയുന്നത്, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഗോപൻ സ്വാമിയുടെ. അദ്ദേഹം അയാളെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ടതാണ്. സമാധിക്കകത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. സമാധി ഇരുന്നിട്ടില്ല, സമാധി വെറുതെ ഒരു കെട്ടി വച്ചിരിക്കുന്നതാണ് എന്നൊക്കെയാണ് ഈ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നതും. അത്തരത്തിലുള്ള ഒരു പരാതിയാണ് അധികൃതർ കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഒരു അധികാരികൾക്ക് അല്ലെ ഭരണകൂടം നിലനിൽക്കുമ്പോൾ ആ പരാതി പരിശോധിക്കേണ്ടത് കടമ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉയർന്നത് കണ്ടത്, ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞു. മൃതദേഹം അവിടെ വച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനും മറ്റേ ഇൻക്വസ്റ്റ് നടത്താനൊക്കെ ഉള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുള്ള സംവിധാനം തന്നെ ഈ പ്രദേശത്ത് തന്നെ, അതായത് ഈ സമാധിക്ക് അടുത്ത് തന്നെ പോലീസും റവന്യൂ അധികൃതരും ജില്ലാ അധികൃതരും ഒക്കെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ അവിടെ വേണ്ട എന്ന് പിന്നീട് തീരുമാനിക്കാനുണ്ടായത്. കാരണമെന്ന് പറയുന്നത്, ഈ മൃതദേഹം 8 ദിവസമായിരിക്കുന്നു ഈ സമാധി കഴിഞ്ഞിട്ട്. സമാധി എന്നോ മരണമെന്നോ ഒക്കെ നമുക്ക് പറയാവുന്ന, മരണമല്ല സമാധി എന്ന് പിന്നെ ബന്ധുക്കൾ പറയുമ്പോൾ നാട്ടുകാർ അതിനെ മരണമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ആയിക്കോട്ടെ, എന്തായാലും പിന്നെ ജീവൻ പോയതിന് ശേഷം, ഈ ഗോപൻ സ്വാമിയുടെ ജീവൻ പോയതിന് ശേഷം 8 ദിവസമായിരിക്കുന്നു. 8 ദിവസം ആയതുകൊണ്ട് ഈ മൃതദേഹം പിന്നെ അഴുകിയ അവസ്ഥയിലായിരുന്നു എന്നാണ്. എന്തായാലും ഒരു കാര്യം ദുരൂഹത മാറിയെന്ന് ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചു, മൃതദേഹം പുറത്തെടുത്തു. ഒരു ഘട്ടം, അതായത് ദുരൂഹതയുടെ ഒരു ഘട്ടം അവസാനിച്ചുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൃതദേഹം അവിടെ ഇല്ല എന്നും കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഉള്ളതാണെന്നും ഈ സമാധി എന്ന് പറയുന്നത് ഒരു കള്ളപ്രചരണമാണെന്നും ഉള്ള ചർച്ചകളും അത്തരത്തിലുള്ള പിന്നെ എന്തു പറയാം, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നാട്ടുകാരുടെയും മാധ്യമങ്ങളും നടത്തിയത് അത്തരത്തിലുള്ള ചർച്ചകളാണ്. ആ തരത്തിൽ തന്നെയാണ് അയൽക്കാർ കുറച്ചുപേർ പരാതി നൽകിയതും. ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട്, മൃതദേഹം അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മക്കളെല്ലാം അങ്ങോട്ട് അടിച്ചുകൊന്ന് കുഴിച്ചിട്ടിട്ട് വെറുതെ ഒരു സമാധി ഉണ്ടാക്കി വെച്ചതാണെന്നൊക്കെ ആയിരുന്നുള്ള പരാതി വരുന്നത്. സ്വാഭാവികമായിട്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു. കല്ലറ 2-3 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം കല്ലറ പൊളിച്ചു. അപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ, ബന്ധുക്കൾ പറഞ്ഞതുപോലെ തന്നെ സമാധി അവസ്ഥയിൽ തന്നെയായിരുന്നു മൃതദേഹം അവിടെ ഉണ്ടായിരുന്നത്. കഴുത്തറ്റം വരെ സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ ചന്ദനവും എന്ന് പറഞ്ഞാൽ പിന്നെ ഭസ്മവും എല്ലാം ഇട്ടിരുന്നു. കർപ്പൂരം ഉൾപ്പെടെയുള്ളവ കഴുത്തറ്റം വരെ ഇട്ടിരുന്നു. ശരീരം മരിച്ചതിന് ശേഷം ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമെല്ലാം, താങ്ങി നിർത്താനുള്ള സംവിധാനമെല്ലാം അതിനകത്ത് ഒരുക്കി വച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭസ്മങ്ങൾ പൂശിയിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു സമാധി ആകുന്ന ഒരു സന്യാസി എങ്ങനെയാണോ സമാധി ഇരിക്കുന്നത്, ആ തരത്തിൽ തന്നെയായിരുന്നു മൃതദേഹം ഈ പോലീസും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും വന്ന് എടുത്തപ്പോൾ കണ്ടത്. പക്ഷേ മൃതദേഹം അഴുകിപ്പോയിരുന്നു. സ്വാഭാവികമായിട്ട് 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട്, അതായത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടവും മറ്റുമൊക്കെ നടത്തണമെന്നുള്ള മുൻ തീരുമാനത്തിൽ നിന്നും അധികൃതർ പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് പോലീസും അതുപോലെ ഈ പറയുന്ന അധികൃതരുമെല്ലാം ഈ മൃതദേഹം പുറത്തെടുത്തത്. യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ, ശരീരത്തിന് യാതൊരു പിന്നെ കുഴപ്പവും ഉണ്ടാകാത്ത തരത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് ഏറ്റെടുത്തത്. ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. ഇപ്പോൾ പിന്നെ ബന്ധുക്കൾ വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. കഴിഞ്ഞ 2-3 ദിവസം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരതെല്ലാം ഒരു നിയമ സംവിധാനത്തിന് വിധേയമായി തന്നെ ആ എതിർപ്പുകളെല്ലാം മനസ്സിൽ ചേർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ മനസ്സിനകത്തേക്ക് നിറക്കി വെച്ചിട്ട് അവർ പ്രകടിപ്പിക്കാതെ അനുവാദം കൊടുക്കാനുണ്ടായത്.
എന്തായാലും മൃതദേഹം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഇനി പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റും, അത്രമാത്രം മൃതദേഹം അഴുകിപ്പോയ അവസ്ഥയിലായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഘട്ടം അവസാനിച്ചിരിക്കുന്നു. അവിടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ആ ദുരൂഹത എന്തായാലും അഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇനിയുള്ള അന്വേഷണത്തിന്റെ കാര്യം. എന്തായാലും ഡോക്ടർമാരും അധികൃതരും പറയുന്നത് ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയുടെ ഫലം വരാൻ ഇനി ഒരാഴ്ചയെങ്കിലും കാലതാമസം എടുക്കുമെന്നാണ്. പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ്റേ പരിശോധന നടത്തും. ഇപ്പോൾ പ്രഥമ പരിശോധനയിൽ ശരീരത്തിൽ മറ്റ് ചതവോ മുറിവോ പരിക്കുകളൊന്നും ഉണ്ടായില്ല. റേഡിയോളജി എക്സ്റേ നടത്തിയതിനു ശേഷം മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിന്റെ ഫലം ഇന്ന് തന്നെ ലഭിക്കും. മൂന്നാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്നാണ്. ഇത് മരണം മറ്റെന്തെങ്കിലും ഉള്ളിൽ ചെന്ന് മരിച്ചതാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയായിരിക്കും ഇനി ഉള്ള വളരെ സൂക്ഷ്മമായ പരിശോധന എന്നാണ് അറിയുന്നത്. തീരുമാനമെടുക്കുന്നത് അതനുസരിച്ച് തന്നെയായിരിക്കും. എന്തായാലും മരിച്ചത് ഗോപൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ DNA പരിശോധനയും നടത്തും എന്ന് അധികൃതർ പറയുന്നുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് മൂത്ത മകൻ സനനന്ദനെ കൊണ്ടുപോയി. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് മകൻ പോവാൻ തയ്യാറാവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബം ഏറ്റെടുക്കേണ്ടി വരും എന്നും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കുടുംബമാണ് തീരുമാനിക്കേണ്ടത്, അതോ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ളത് അത് പിന്നീടാണ്, അത് കുടുംബം തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിലും പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് തന്നെ നടത്താമെന്നായിരുന്നു നേരത്തെ ഉണ്ടായ തീരുമാനം. അതിനാൽ ഫോറൻസിക് സർജൻ അടക്കം സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ അഴുകിയിട്ടില്ലാത്തതിനാൽ ഫോറൻസിക് സംഘം മടങ്ങി കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും കല്ലറ പൊളിക്കൽ എന്നത് ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ കേസിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പിന്നെ പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരണം ഇനി എങ്ങനെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ അവസാനമായി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കൃത്യമായിട്ടും ഇവിടെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ സമാധിയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ചാനലുകളും ഉണ്ടായി. അതുപോലെ ഹിന്ദു ഐക്യവേദി എന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യം ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കാതെ രംഗത്ത് വന്നു. ഇതെല്ലാം കൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വല്ലാത്ത ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ല. എന്ന് വേണോ എപ്പോഴും വേണോ എന്ന് കല്ലറ പൊളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് തടയാനും നിയന്ത്രിക്കാനും ആൾക്കാർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ചില മേഖലകളിൽ ആൾക്കാർ സ്വയം ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും അതനുസരിച്ച് സംഘടിക്കേണ്ടത് ആവശ്യമാണെന്നും വന്നിരിക്കുന്നു. പക്ഷേ നിയമസംഹിത നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അതിന് എതിർക്കാൻ, അതിനെ തടയാൻ പറ്റില്ല. വേണമെങ്കിൽ പ്രതിഷേധിക്കാം, പക്ഷേ തടയാൻ പറ്റില്ല എന്നതും അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഇത് തടയാതെ അവർ മാറി 2 ദിവസം പ്രതിഷേധിച്ച് പ്രതിഷേധെങ്കിലും ഈ ദിവസം ഈ മൃതദേഹം കല്ലറ പൊളിക്കാൻ അനുവാദം നൽകിയതും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ കാണുന്നത് പോലെ കേരളത്തിന്റെ ചിന്താഗതിയും കേരളത്തിലെ ജനങ്ങളുടെ സംഘടിത സ്വഭാവവും മാറി വരുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് കാണേണ്ടത്. സമാധിയെ മാത്രം ആക്ഷേപിക്കുന്ന ഒരു രീതിയും നമ്മൾ ഈ ചർച്ചാ കാലയളവിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ചർച്ചാ കാലയളവിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സമാധിയെ ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾക്കെതിരെയും ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ചിന്താധാര കേരളത്തിൽ ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.